റേസിസം അതായത് വർണ്ണവിവേചനം, സെക്സിസം അതായത് ലിംഗവിവേചനം, ഇവ രണ്ടും എല്ലാവരും കേട്ടിട്ടുണ്ട്. അതെന്താണെന്നും എല്ലാവർക്കും അറിയാം. എന്നാൽ ലുക്കിസം അതായത് സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം അങ്ങനൊന്നുണ്ടോ? എന്താ സംശയം? അങ്ങനൊന്നുണ്ട്. അധികം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമല്ലെങ്കിലും സുന്ദരികൾക്കും സുന്ദരന്മാർക്കും എല്ലായിടത്തും പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ട്. ഭംഗിയുടെ കാര്യത്തിലും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിവേചനമുണ്ട്. അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നതിന് പുറകിൽ സൗന്ദര്യമില്ലായ്മയാണെന്ന് പക്ഷേ പലപ്പോഴും പുറത്തറിയാറില്ലെന്ന് മാത്രം. ഒരുപക്ഷെ റേസിസത്തോളമോ സെക്സിസത്തോളമോ ശക്തമാണ് ലുക്കിസം എന്ന സൗന്ദര്യ വിവേചനം. സൗന്ദര്യം എല്ലാറ്റിനെയും സ്വാധീനിക്കുന്നുണ്ട്. സമൂഹത്തിലെ നിങ്ങളുടെ സ്റ്റാറ്റസ്, ജോലി, വരുമാനം, വിവാഹബന്ധം, സുഹൃത്തുക്കൾ എല്ലാം. ഈ സൗന്ദര്യം എന്ന കൺസെപ്റ്റിന്റെ കാര്യം രസമാണ്. ആളുകൾ ഒരേ സമയം സൗന്ദര്യത്തെ ആരാധിക്കുകയും വെറുക്കുകയും ചെയ്യുന്നുണ്ട്. ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ, ബ്യൂട്ടി ഈസ് സ്കിൻ ഡീപ്പ് എന്നൊക്കെ പറഞ്ഞ് പൊതുവെ ഭംഗിയുടെ പ്രാധാന്യം കുറച്ച് കാണുന്നതാണ് പൊളിറ്റിക്കലി കറക്റ്റായി ബുദ്ധിജീവികൾ അംഗീകരിച്ചിട്ടുള്ളത്. ബാഹ്യ സൗന്ദര്യത്തിൽ തങ്ങളെപ്പോലുള്ളവർ വീഴില്ല, ആന്തരിക സൗന്ദര്യം കാണാൻ കഴിവുള്ളവരാണ് തങ്ങൾ എന്നാണ് ഇവരുടെ നാട്ടിൽ. ശരീരത്തിന്റെ ഭംഗി ആത്മാവിന്റെ ഭംഗിയെ നശിപ്പിക്കും. അഥവാ ശരീരവും ആത്മാവും വിപരീത ചേരികളിലാണ് എന്ന ചിന്തയിൽ നിന്നാണ് സന്യാസിനികൾ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ എന്നിവരുടെ സൗന്ദര്യം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ അവർ ധരിക്കുന്നത്. ഹിന്ദു സന്യാസിമാരാണെങ്കിലും ഏറ്റവും പ്രാകൃതമായി നടക്കുന്നതാണ് സന്യാസത്തിന്റെ പാരമ്യം എന്ന് വെച്ചിട്ടുള്ളത്. ചില ന്യൂ ജനറേഷൻ സ്വാമിമാർ ക്ലീൻ ഷേവ് ചെയ്ത് വൃത്തിയായി നടക്കുന്നുണ്ടെങ്കിലും പഴയൊരു സെൻ കഥയില്ലേ, ഗുരുവും ശിഷ്യനും കൂടി ഒരു സുന്ദരിയെ എടുത്ത് പുഴ കടത്തിയ കഥ. ഗുരു സ്ത്രീയുടെ സൗന്ദര്യത്താൽ ആകർഷിക്കപ്പെട്ടില്ല എന്നതായിരുന്നു കഥയുടെ ഗുണപാഠം. നാരീ സ്തനഫല നാഭീദേശം സൂക്ഷിക്കണമെന്ന് ശങ്കരാചാര്യരും പറഞ്ഞിട്ടുണ്ടല്ലോ. സമാനമായൊരു ശ്ലോകം ഭർതൃഹരിയുടെ വൈരാഗ്യ ശതകത്തിലുമുണ്ട്. സൗന്ദര്യം എന്നാൽ എന്താണെന്ന് സത്യത്തിൽ വിശദീകരിക്കേണ്ടതില്ല. അതിനെ നിർവചിക്കാൻ പ്രയാസമാണെങ്കിലും ആർക്കും അത് കണ്ടാൽ തിരിച്ചറിയാൻ പ്രയാസമൊന്നും ഉണ്ടാകാറില്ല. ഉദാഹരണത്തിന്, കുറെ സ്ത്രീ പുരുഷന്മാരുടെ ഫോട്ടോകൾ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാൻ ആവശ്യപ്പെട്ടാൽ എല്ലാവരും ഏറെക്കുറെ ഒരേ ക്രമമാണ് നിർദ്ദേശിക്കാറുള്ളത്. മുകളിൽ സൂചിപ്പിച്ച തരം ബുദ്ധിജീവികളും ആധ്യാത്മികവാദികളും അടക്കം. സൗന്ദര്യം അളക്കാൻ അധികം സമയവും വേണ്ട. വെറും 100 മില്ലി സെക്കൻഡുകൾ മതിയത്രേ ഒരു മുഖത്തിന്റെ ആകർഷണീയതയും അതിൽ നിന്ന് ആളുടെ വിശ്വസ്തതയും മറ്റും അളക്കാൻ. കൂടുതൽ സമയമെടുത്ത് നോക്കിയാലും ആദ്യത്തെ റേറ്റിംഗിൽ നിന്ന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകില്ലെന്നും കാണുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് വെറുതെയല്ല. ബാഹ്യ സൗന്ദര്യത്തിന് ഒരു പ്രാധാന്യവും ഇല്ലാത്ത ഒരു ലോകം സങ്കല്പിച്ച് നോക്കുക. ബുദ്ധിജീവികൾ സ്വപ്നം കാണുന്ന ഈ ഉട്ടോപ്യ യഥാർത്ഥത്തിൽ രോഗാവസ്ഥയാണ്. ഡിപ്രഷന്റെ ഒരു ലക്ഷണമാണ് സൗന്ദര്യം മനസ്സിലാകായിക അല്ലെങ്കിൽ അവഗണിക്കുക എന്നത്. സ്വന്തം രൂപത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു പ്രധാന സൂചന പോലുമാണ്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് പുറംമോടിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പിയറൻസ് ഈസ് ഇൻഫർമേഷൻ, നത്തിങ് മോർ, നത്തിങ് ലെസ്. ആഫ്റ്റർ ഓൾ, ഹൗ എൽസ് ക്യാൻ വി ജഡ്ജ് സമ്മൺ ഇഫ് നോട്ട് ബൈ അപ്പിയറൻസ്? പണ്ടുള്ളവർ പറയുന്നത് പോലെ ചക്ക ചൂഴ്ന്നു നോക്കുന്നത് പോലെ നോക്കാനൊന്നും പറ്റില്ലല്ലോ. നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത് പോലും പുറം കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു പഠനത്തിൽ അമേരിക്കയിലെ ഒരു സെനറ്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനാർത്ഥികളെ അവരെപ്പറ്റി ഒരു മുൻപരിചയവുമില്ലാത്തവർ അവരുടെ ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ കഴിവുള്ളവരായി കരുതിയവർ ഭൂരിഭാഗം പേരും പിന്നീട് നടന്ന ശരിക്കുള്ള ഇലക്ഷനിൽ ജയിച്ചിരുന്നു. സാറാ പേലിൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ അവരുടെ സ്റ്റാഫിലെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിയിരുന്നത് അവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു അത്രേ. നമ്മുടെ നേതാക്കന്മാരും ഇപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പതിവുകാരാണ് എന്ന് കേൾക്കുന്നു. എന്തായാലും ഇപ്പോൾ കീറിയ ജുബ്ബയും താടിയും ബീഡിക്കറ പിടിച്ച പല്ലുകളുമെല്ലാം പോയിക്കഴിഞ്ഞു.
അവർക്കും കാര്യമൊക്കെ പിടികിട്ടി തുടങ്ങി എന്ന് സാരം. പരിണാമ സിദ്ധാന്തത്തിലേക്ക് നയിച്ച ഡാർവിന്റെ പ്രശസ്തമായ ബീഗിൾ യാത്രയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ബീഗിളിന്റെ ക്യാപ്റ്റന് സഹയാത്രികനായി ഡാർവിനെ കൂടെ കൂട്ടാൻ യഥാർത്ഥത്തിൽ വലിയ സമ്മതമൊന്നും ഉണ്ടായിരുന്നില്ലത്രേ. ഡാർവിൻ്റേത് പോലുള്ള ഒരു മൂക്കിന്റെ ഉടമ ഒന്നിനും കൊള്ളാത്തവനായിരിക്കും എന്നായിരുന്നത്രേ അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇതിനെക്കുറിച്ച് സൈക്കോളജിസ്റ്റായ ലെസ്ലി സെബ്രോവിറ്റ്സിന്റെ കമന്റ്, "ദ തിയറി ഓഫ് എവല്യൂഷൻ വാസ് ആൾമോസ്റ്റ് ലോസ്റ്റ് ഫോർ വാണ്ട് ഓഫ് എ പ്രോപ്പർ നോസ്." അപ്പോൾ ലുക്കിസം കൊണ്ട് നമുക്ക് ശരിക്കും നഷ്ടപ്പെട്ട അറിവുകൾ എന്തൊക്കെയായിരിക്കും? ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ തന്നെ ഈ സൗന്ദര്യ വിവേചനം തുടങ്ങും. അത്ര ഭംഗിയില്ലാത്ത കുട്ടികളെ നേഴ്സുമാർ പോലും അത്ര താല്പര്യത്തോടെയല്ല ശുശ്രൂഷിക്കുന്നതത്രേ. ഇത് ഗൗരവമുള്ള പ്രശ്നമാകുന്നത് പ്രായം തികയാതെ ജനിക്കുന്ന ശിശുക്കളിലാണ്. മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾക്ക് അത്ര ഭംഗിയൊന്നും ഉണ്ടായിരിക്കില്ല. കൂടുതൽ ശ്രദ്ധ വേണ്ട ഈ ശിശുക്കൾക്ക് ഈ കാരണം കൊണ്ട് ആവശ്യമായ പരിചരണം കിട്ടാതെ വരാം. നേഴ്സുമാർ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നു എന്നോ ജോലിയിൽ അലംഭാവം കാണിക്കുന്നു എന്നോ ഇതിനർത്ഥമില്ല. നേഴ്സുമാരെ എന്തിനു പറയുന്നു? സ്വന്തം അമ്മ തന്നെ വിവേചനം കാണിക്കാം. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നൊക്കെയുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള നവജാത ശിശുക്കളെയും അത്രയൊന്നും ഭംഗിയില്ലാത്തവരെയും അമ്മമാർ പരിചരിക്കുന്നതിൽ വ്യത്യാസമുണ്ടെന്നൊരു പഠനം കാണിക്കുന്നു. ഇരട്ട കുട്ടികളിൽ ചന്തം കൂടുതലുള്ള കുട്ടിയെ അമ്മ കൂടുതൽ പരിഗണിക്കുന്നു എന്നും ചില പഠനങ്ങൾ പറയുന്നു. ഇവിടെയും ചന്തം കുറവുള്ള കുട്ടിയെ വെറുക്കുന്നു എന്നോ അവഗണിക്കുന്നു എന്നോ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നോ അല്ല. പക്ഷേ രണ്ടു തരം കുട്ടികളോടുള്ള പെരുമാറ്റത്തിലും വ്യക്തമായ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് കാണുന്നത്. ഇനി സ്കൂളിലെത്തിയാലും ഭംഗിയുള്ള കുട്ടികളോടുള്ള അധ്യാപകരുടെ പെരുമാറ്റത്തിലും വ്യത്യാസം കാണാം. ഒരു പരീക്ഷണത്തിൽ 7 വയസ്സുള്ള ഒരു കുട്ടിയുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് എന്ന പേരിൽ ടീച്ചർമാരെ കാണിച്ചപ്പോൾ അതോടൊപ്പമുള്ള കുട്ടിയുടെ ചിത്രം ഭംഗിയുള്ളതോ അല്ലാത്തതോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അഭിപ്രായം മാറുന്നതായി കണ്ടിട്ടുണ്ട്. അവരുടെ കണ്ണിൽ ഭംഗിയുള്ള കുട്ടിയുടേത് വെറും കുസൃതിയും ഭംഗിയില്ലാത്ത കുട്ടിയുടേത് ശിക്ഷ നൽകേണ്ട അനുസരണക്കേടോ ആകും. എന്തെങ്കിലും കോപ്പിയടി പോലുള്ള കുറ്റങ്ങൾക്കായിരിക്കാം. കൈയോടെ പിടിക്കപ്പെട്ടാൽ പോലും ഭംഗിയുള്ള കുട്ടിക്ക് അറിയാതെ ഒരു അബദ്ധം പറ്റിയതും ഭംഗിയില്ലാത്ത കുട്ടിയുടേത് അത് ഒരു സ്ഥിരം സ്വഭാവമോ ആയി മാറും. മേൽപ്പറഞ്ഞ രീതിയിലുള്ള നല്ല കുട്ടികൾക്ക് കൂടുതൽ ഗ്രേഡും മാർക്കും കിട്ടുന്നതും അസാധാരണമല്ല. ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയാകുന്ന കുട്ടികളിൽ കൂടുതലും കാണാൻ ഭംഗിയില്ലാത്തവരാണ് എന്നും ചില പഠനങ്ങളിൽ കാണുന്നുണ്ട്. മ്യൂസിക് റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പാട്ടൊന്നും കേൾക്കാതെ തന്നെ അവരുടെ ഫോട്ടോകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ SMS കിട്ടാൻ പോകുന്നത് ആർക്കായിരിക്കും? ഒരുപക്ഷെ അവസാന വിജയി ആരായിരിക്കും എന്ന് പോലും ഏകദേശം ഊഹിക്കാം. ഒരു വടക്കൻ വീരഗാഥയിൽ വാഴ്ന്നൂർ ചന്തുവിനേക്കാൾ മികച്ച പോരാളിയായി ആരോമൽ ചേകവർക്ക് കാഴ്ചയംഗത്തിൽ വെച്ച് സമ്മാനം കൊടുക്കുന്നത് മെയ്യഴകും മുഖശ്രീയും കണ്ട് മയങ്ങിയിട്ടാണെന്ന് തുറന്നു സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ശരിക്കുള്ള വടക്കൻ പാട്ടിൽ ചന്തു സുന്ദരനല്ല, മുച്ചിറി ഉണ്ടായിരുന്നു എന്നാണ് പാട്ടിൽ കാണുന്നത് എന്ന് കൂട്ടി വായിക്കാം. പലരും കുട്ടികൾ തമ്മിലെങ്കിലും ഈ സൗന്ദര്യ വിവേചനം ഉണ്ടായിരിക്കില്ല എന്ന് കരുതും. സൗന്ദര്യം സാമൂഹ്യ നിർമ്മിതിയാണ് എന്നാണല്ലോ ബുദ്ധിജീവികൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇടയിലെങ്കിലും രക്ഷ കിട്ടേണ്ടതാണ്. എന്നാൽ യാഥാർത്ഥ്യം മറിച്ചാണ്. അവിടെയും രക്ഷയില്ല. ഒരുപക്ഷെ കുട്ടികളുടെ ഇടയിലായിരിക്കും ലുക്കിസം കൂടുതൽ. കുട്ടിക്കാലത്ത് പരസ്പരം വിളിക്കുന്ന പരിഹാസ പേരുകൾ ഓർത്താൽ മതി. ഏതാണ്ടെല്ലാം തന്നെ അവരൻ്റെ ശാരീരിക പോരായ്മകളെ കളിയാക്കുന്നതായിരിക്കും. കടുമ്പനും കോങ്കണനുമൊക്കെ ചെറിയ കുട്ടികളുടെ ഇടയിൽ പോലും സർവ്വസാധാരണമാണ്. തീരെ ചെറിയ കുട്ടികൾ പോലും സൗന്ദര്യമുള്ളവരെ കൂടുതൽ ശ്രദ്ധിക്കുമെന്ന് സൈക്കോളജിസ്റ്റായ ജൂഡിത്ത് ലാംഗ്ലോയിസിന്റെ പഠനങ്ങൾ കാണിക്കുന്നു. മുതിർന്നവർ സൗന്ദര്യമുള്ളവരായി വിലയിരുത്തിയവരുടെ ചിത്രങ്ങൾ 3 മുതൽ 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കാണിച്ചപ്പോൾ അവരുടെ അഭിപ്രായവും ഏതാണ്ട് അതുതന്നെയായിരുന്നു. ഇത്ര ചെറിയ കുട്ടികൾ എങ്ങനെ അഭിപ്രായം പറയും എന്നാണെങ്കിൽ, കുട്ടികൾ അവർക്ക് താല്പര്യം തോന്നുന്ന വസ്തുക്കളെ കൂടുതൽ സമയം നോക്കും. ഇനി
അവിടെ നിന്നും വിട്ടാൽ നിഷ്പക്ഷമായി ജോലി നിർവഹിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ജഡ്ജിമാരെ പോലും സൗന്ദര്യം സ്വാധീനിക്കാം. EMS പണ്ട് പറഞ്ഞതിൽ ശരിയുടെ അംശമുണ്ട്. കോടതിയിൽ എത്തുന്നവരുടെ മാന്യതയും വസ്ത്രധാരണവും കോടതികളുടെ പെരുമാറ്റത്തെയും വിധിയെയും സ്വാധീനിക്കാം. സൗന്ദര്യമുള്ളവനും ഇല്ലാത്തവനും 2 തരം നീതിയാകും കോടതികളിൽ നിന്ന് ലഭിക്കുക. ധാരാളം പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ്. പ്രതിയെ കാണാൻ കൊള്ളാമെങ്കിൽ വെറുതെ വിടാനോ അഥവാ ശിക്ഷിക്കപ്പെടുന്നെങ്കിൽ താരതമ്യേന ലഘുവായ ശിക്ഷ വിധിക്കാനോ ആണ് സാധ്യത. എന്നാൽ വാദി ഒരു സുന്ദരിയാണെങ്കിൽ ബലാത്സംഗം പോലുള്ള അത്തരത്തിലുള്ള കേസുകളിൽ പ്രതിക്ക് കൂടുതൽ ശിക്ഷ കിട്ടാനും ചാൻസ് ഉണ്ട്. നല്ലൊരു സാധനത്തെ നശിപ്പിച്ചു ചീത്തയാക്കി എന്ന ചിന്തയാവാം കൂടുതൽ കടുത്ത ശിക്ഷ നൽകാൻ പ്രേരിപ്പിക്കുന്നത്. ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു വിരൂപ പക്ഷേ വലിയ കാരുണ്യമൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാൽ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്ന സുന്ദരികൾക്ക് കൂടുതൽ ശിക്ഷ കിട്ടും. സൗന്ദര്യമുള്ളവർ ഫെയർ ആയിരിക്കും എന്ന നമ്മുടെ മുൻവിധി തെറ്റാണെന്ന് തെളിയിച്ചു തന്നതിനുള്ള ശിക്ഷ. അവരോട് തോന്നുന്ന വെറുപ്പിന്റെ ഒരു ഭാഗം അവരുടെ ചെറുപ്പവും സൗന്ദര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു മധ്യവയസ്കയോ അത്ര സൗന്ദര്യമില്ലാത്ത സ്ത്രീയോ ആണെങ്കിൽ ഒരുപക്ഷെ ഇത്ര ഫീൽ ചെയ്യില്ലായിരുന്നു. ഇത് വഞ്ചനയാണ്, സൗന്ദര്യത്തിന്റെ ദുരുപയോഗമാണ് എന്ന് മനസ്സിൽ എവിടെയോ ഇരുന്ന് ആരോ പറയുന്നത് പോലെ. ഇനി ഉദ്യോഗത്തിന്റെയോ വരുമാനത്തിന്റെയോ കാര്യം നോക്കിയാലും സൗന്ദര്യമുള്ളവർ അതില്ലാത്തവരേക്കാൾ കൂടുതൽ മെച്ചമാണെന്ന് ഗവേഷകർ. ഭംഗിയില്ലാത്ത സ്ത്രീകൾ വളരെ പെട്ടെന്ന് തന്നെ ലേബർ മാർക്കറ്റിൽ നിന്ന് പുറത്താകും. അവർക്ക് പിന്നെ വിവാഹം മാത്രമേ മാർഗമുള്ളൂ. പക്ഷെ അവിടെയും അവർക്ക് ക്വാളിറ്റി കുറഞ്ഞ ഭർത്താക്കന്മാരെയേ കിട്ടൂ. നല്ല വിദ്യാഭ്യാസമോ നല്ല ജോലിയോ ഇല്ലാത്ത എന്നർത്ഥത്തിലാണ് ക്വാളിറ്റിയുടെ നിർവചനം. ആളുകൾ സൗന്ദര്യമുള്ളവരോട് കൂടുതൽ നന്നായി പെരുമാറും എന്നതിന് സൂചനകളുണ്ട്. ഒരു പരീക്ഷണത്തിൽ പഞ്ചറായ കാറിനടുത്ത് സഹായം അഭ്യർത്ഥിച്ച് നിൽക്കുന്നത് ഒരു സുന്ദരിയാണെങ്കിൽ വളരെ വേഗം സഹായം കിട്ടുന്നതായി കണ്ടിട്ടുണ്ട്. വിരൂപകൾക്ക് കുറച്ചധികം കാത്തു നിൽക്കേണ്ടി വരും. സത്യത്തിൽ ഈ പരീക്ഷണ ഫലം അത്ര വലിയ വാർത്തയൊന്നുമല്ല എന്നത് നമുക്കറിയാമല്ലോ. സൗന്ദര്യമുള്ള മേലുദ്യോഗസ്ഥ വിമർശിച്ചാൽ പോലും പുരുഷന്മാർ അവരോടുകൂടെ സഹകരിക്കാൻ തയ്യാറാകുന്നതായും കണ്ടിട്ടുണ്ട്. എന്നാൽ അത്ര സൗന്ദര്യമില്ലാത്തവരാണ് മേലുദ്യോഗസ്ഥയെങ്കിൽ ആണുങ്ങൾ അവരുടെ പാട്ടിന് പോകും. എച്ചിൽ കൈകൊണ്ട് കാക്കയെ ആട്ടുക എന്നൊരു പ്രയോഗമുണ്ട്. അതുപോലെയാണ് ഈ ആണുങ്ങളുടെ കാര്യം. ഒരു പരീക്ഷണം കൂടി പറയാം. തിരക്കുള്ള ഒരു എയർപോർട്ടിൽ ആരോ അയക്കാൻ മറന്നുപോയതുപോലെ കുറെ ആപ്ലിക്കേഷൻ ഫോമുകൾ പലയിടത്തായി നിക്ഷേപിക്കുന്നു. എല്ലാറ്റിലും ഒരേ വിവരങ്ങൾ തന്നെയാണ്. ഇത് കണ്ടുകിട്ടുന്നവർ എത്ര പേർ ഇവ എടുത്തു തപാൽ പെട്ടിയിൽ നിക്ഷേപിക്കും? അപേക്ഷയുടെ കൂടെ കാണുന്ന ഫോട്ടോ നന്നെങ്കിൽ അപേക്ഷ കണ്ടുകിട്ടുന്നവർ അതെടുത്ത് തപാൽ പെട്ടിയിലിടാൻ കൂടുതൽ സാധ്യതയുണ്ടത്രേ. ജീവിതത്തിൽ ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ലാത്ത, നേരിൽ കാണാൻ ഒരു സാധ്യതയുമില്ലാത്തവരോട് പോലും കാഴ്ചയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം. ആളുകൾ കാണാൻ ഭംഗിയുള്ളവരോട് എന്തെങ്കിലും സഹായം ചോദിക്കാൻ മടിക്കുമെന്നും ചില പഠനങ്ങൾ കാണിക്കുന്നു. അപകർഷതാബോധം അല്ലെങ്കിൽ അവരൊക്കെ വലിയ ആളുകൾ എന്ന ചിന്ത. ലുക്കിസത്തിന്റെ ഒരു വകഭേദമാണ് ഹെയ്റ്റിസം. ഉയരമുള്ള ആൾ സ്വാഭാവികമായും വലിയ ആളുമായിരിക്കുമല്ലോ. ഉയരം പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. റൊമാൻസിന്റെ കാര്യത്തിൽ പോലും പൊക്കമില്ലായ്മ ഒരു പൊക്കമല്ല. സ്ത്രീകൾക്ക് അവരെക്കാൾ ഉയരമുള്ള പുരുഷന്മാരെയാണ് താല്പര്യം. ഇനി വരുമാനം നോക്കിയാലും കൂടുതലുള്ള ഓരോ ഇഞ്ചിനും വർഷത്തിൽ ശരാശരി $1000 വീതം കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് കണക്ക്. സോഷ്യോളജിസ്റ്റായ ഫെൽഡ്മാൻ ഈ നൂറ്റാണ്ടിലെ ഏതാണ്ട് എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും അവരുടെ പ്രധാന എതിരാളിയേക്കാൾ ഉയരമുള്ളവരായിരുന്നു എന്ന് പറയുന്നു. 43 അമേരിക്കൻ പ്രസിഡന്റുമാരിൽ വെറും 5 പേർ മാത്രമാണ് ശരാശരിയിൽ കുറഞ്ഞ ഉയരമുള്ളവർ. മാൽക്കം ഗ്ലാഡ്വെൽ അദ്ദേഹത്തിന്റെ ബ്ലിങ്ക് എന്ന പുസ്തകത്തിൽ രസകരമായ ചില കണക്കുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഫോർച്യൂൺ 500 കമ്പനികളിലെ മിക്ക സിഇഒമാരും ശരാശരിക്ക് മേൽ ഉയരമുള്ളവരാണത്രേ. അമേരിക്കക്കാരന്റെ ശരാശരി ഉയരം 5 അടി 9 ഇഞ്ച്. അമേരിക്കയിൽ 6 അടിയോ അതിൽ കൂടുതലോ പൊക്കമുള്ളവർ 14.5%. എന്നാൽ ഫോർച്യൂൺ 500 കമ്പനികളുടെ സിഇഒമാരിൽ ഇത് 58%.
ഇനി 6 അടി 2 ഇഞ്ച് പൊക്കമുള്ള അമേരിക്കക്കാർ 3.9%. എന്നാൽ സിഇഒമാരിൽ 1/3 6 അടി 2 ഇഞ്ചിന് മേൽ പൊക്കമുണ്ട്. ഉയരമുള്ളവനെ കൂടുതൽ കഴിവുള്ളവരായി ധരിക്കുന്നത് പോലെ കൂടുതൽ കഴിവുള്ളവനെ കൂടുതൽ ഉയരമുള്ളവനായും കരുതുന്നതായി ചില പരീക്ഷണങ്ങളുണ്ട്. ഒരു കൂട്ടം അമേരിക്കൻ വിദ്യാർത്ഥികൾക്ക് കേംബ്രിഡ്ജിൽ നിന്നെത്തിയ ഒരു വിദ്യാർത്ഥി എന്ന പേരിൽ ഒരാളെ പരിചയപ്പെടുത്തുന്നു. മറ്റൊരു കൂട്ടർക്ക് ഇദ്ദേഹത്തെ കേംബ്രിഡ്ജിലെ ഒരു പ്രൊഫസർ എന്നാണ് പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തിന് എത്ര ഉയരമുണ്ടായിരുന്നു എന്ന് പിന്നീട് ഊഹിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വിദ്യാർത്ഥികളുടെ കണ്ണിൽ പ്രൊഫസർക്ക് വെറും വിദ്യാർത്ഥിയേക്കാൾ 5 ഇഞ്ച് വരെ ഉയരം കൂടി. ഉയരം കുറഞ്ഞവനെ ആർക്കും വിശ്വാസമില്ല. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത് എന്നാണല്ലോ പഴമൊഴി. സൗന്ദര്യം പക്ഷേ ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. സൗന്ദര്യമുള്ളവരുടെ കഴിവിനെ കുറിച്ച് സമൂഹത്തിന് കൂടുതൽ പ്രതീക്ഷകളുമുള്ളതുകൊണ്ട് അതനുസരിച്ച് അസാമാന്യമായ കഴിവുകൾ കാണിക്കാത്ത സുന്ദരന്മാർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ പഴി കേൾക്കേണ്ടിയും വരും. ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്ന സ്ത്രീകൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നതോ സെക്സിയായി വസ്ത്രം ധരിക്കുന്നതോ അവരുടെ കഴിവിലുള്ള മതിപ്പ് കുറയാൻ ഇടയാക്കുമെന്ന് പഠനം. മുതിർന്നവരിൽ അവശേഷിക്കുന്ന കുട്ടിത്തം അവരെ കഴിവ് കുറഞ്ഞവരായി വിലയിരുത്താൻ ഇടയാക്കുമെന്ന് സൈക്കോളജിസ്റ്റായ ലെസ്ലി സെബ്ലോവിറ്റ്സ്. പട്ടാളത്തിലെ മറ്റും പൗരുഷം തോന്നിക്കാത്ത മുഖമുള്ളവരെ പ്രമോഷനും മറ്റും പരിഗണിക്കാൻ സാധ്യത കുറവാണ് എന്നും കണ്ടിട്ടുണ്ട്. ന്യൂട്ടനെ അഥവാ മുതിർന്ന ശേഷവും അവരിൽ അവശേഷിക്കുന്ന കുട്ടിത്തം പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്നത് കൊണ്ട് ആ കാര്യം കൊണ്ട് തന്നെ ചില രംഗങ്ങളിൽ സൗന്ദര്യമുള്ള സ്ത്രീകൾ പിന്തള്ളപ്പെട്ടു പോവുക. ഉദാഹരണത്തിന് മുന്നിൽ നിന്ന് നയിക്കേണ്ടത് എന്ന് സാധാരണ കരുതുന്ന രാഷ്ട്രീയം, പട്ടാളം, വൻ കമ്പനികളുടെ സാരഥ്യം തുടങ്ങിയവ. സെക്സിസത്തിന്റെ ഒരു അംശമെങ്കിലും ചിലപ്പോൾ വെറും ലുക്കിസമാണെന്ന് വരാം. രാഷ്ട്രീയം പോലുള്ള മേഖലകളിൽ സൗന്ദര്യം സ്ത്രീകളിൽ ഒരു ബാധ്യതയാകാനും മതി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സുന്ദരികളായ പെൺകുട്ടികൾ വരുന്നത് കുറവാണോ അല്ലയോ? കാണാൻ ഭംഗിയുള്ളവർ പതുക്കെ പുറന്തള്ളപ്പെട്ടു പോകാറുണ്ടോ? സ്വന്തം കോളേജ് അനുഭവത്തിൽ ഫസ്റ്റ് ഇയറിൽ വളരെ സജീവമായി മുന്നിലുണ്ടായിരുന്ന സുന്ദരികൾ അധികം താമസിയാതെ പാർട്ടിയിലെ ആൽഫ മെയിലിന്റെ കാമുകിയായി പതുക്കെ ഒതുങ്ങിക്കൂടും. അല്ലെങ്കിൽ കൂട്ടത്തിലെ മറ്റു പെൺകുട്ടികൾ കൂടി ഒതുക്കിക്കളയും. ചുരുക്കത്തിൽ 2-3 വർഷം കഴിഞ്ഞാൽ രംഗത്ത് അടിസ്ഥാന വർഗ പെൺകുട്ടികൾ മാത്രമേ കാണൂ. എന്തായാലും സൗന്ദര്യമുള്ള സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ കുറവാണ് എന്നാണ് തോന്നുന്നത്. അങ്ങനല്ലേ? മനുഷ്യന്റെ ലുക്കിസത്തിൽ നിന്ന് മറ്റു മൃഗങ്ങൾക്കും രക്ഷയില്ല. കാണാൻ ചന്തമില്ലാത്ത മൃഗങ്ങളെ സംരക്ഷിക്കുന്ന പദ്ധതികൾക്കൊന്നും വേണ്ടത്ര പണമോ ആൾസഹായമോ കിട്ടാറില്ല. ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷൻ ഓൺ മൈഗ്രേറ്ററി സ്പീഷീസ് 2011-12 വർഷത്തെ ഇയർ ഓഫ് ദ ബാറ്റായി പ്രഖ്യാപിച്ചിരുന്നു. വല്ല പാണ്ട പോലുള്ള ജീവികൾക്കല്ലാതെ കാണാൻ ഒട്ടും കൗതുകമില്ലാത്ത ഈ നരച്ചീറിനു വേണ്ടി ഏതെങ്കിലും പ്രകൃതി സ്നേഹികൾ മുന്നോട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? സ്വന്തം സൗന്ദര്യത്തെ പറ്റിയുള്ള സ്വയം ധാരണയും മറ്റുള്ളവരുടെ അഭിപ്രായവും തമ്മിൽ പലപ്പോഴും വലിയ യോജിപ്പുണ്ടാകാറില്ല. അതിസുന്ദരികളും സുന്ദരന്മാരും പോലും പലപ്പോഴും സ്വന്തം സൗന്ദര്യത്തിൽ തൃപ്തരല്ല. സ്ത്രീകളുടെ കാര്യത്തിൽ ഇതല്പം കൂടുതലുമാണ് എന്ന് പറയേണ്ടി വരും. പുരുഷന്മാർ സ്ത്രീകളെ അപേക്ഷിച്ചു സ്വന്തം സൗന്ദര്യത്തിൽ അത്രയൊന്നും ആകാംക്ഷാഭരിതരല്ല. സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ സ്വന്തം രൂപം വിമർശനാത്മകമായി വിലയിരുത്തുന്നതും സ്വന്തം രൂപത്തിൽ അതൃപ്തരാകുന്നതും. പഠനങ്ങൾ കാണിക്കുന്നത് 10-ൽ 8 സ്ത്രീകളും കണ്ണാടിയിൽ കാണുന്ന തങ്ങളുടെ രൂപത്തിൽ തൃപ്തരല്ല എന്നാണ്. ലോക സുന്ദരികൾ പോലും ഇതിൽ നിന്ന് ഒഴിവല്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നതുമാണ്. ഇതൊക്കെയാണ് സൗന്ദര്യവർദ്ധക ക്രീം നിർമ്മാതാക്കളും കോസ്മെറ്റിക് സർജന്മാരുമെല്ലാം മുതലാക്കുന്നത്. എന്നാൽ ഈ സൗന്ദര്യബോധം പലപ്പോഴും പരിധി വിട്ടുപോകാം. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്നറിയപ്പെടുന്ന ഈ അവസ്ഥ ഒരു മാനസിക രോഗമാണ്. ഇത്തരക്കാർ അന്തമില്ലാത്ത ഡയറ്റിങ്ങും പ്ലാസ്റ്റിക് സർജറികളുമായി കാലം കഴിക്കും. ഡയറ്റ് ചെയ്ത് മരിച്ചുപോയ ഫാഷൻ മോഡലുകളുണ്ട്. മൈക്കിൾ ജാക്സന് സത്യത്തിൽ പ്ലാസ്റ്റിക് സർജറിയുടെ വല്ല ആവശ്യമുണ്ടായിരുന്നു? അവസാന കാലത്തെ ചിത്രം നോക്കൂ, മൂക്കൊക്കെ ഏറെക്കുറെ നശിച്ചു കഴിഞ്ഞിരുന്നു. ആൾ അതിപ്രശസ്തനും അതിധനവാനുമായതുകൊണ്ട് മാത്രം മാനസിക ചികിത്സയ്ക്ക് പകരം ഡോക്ടർമാർ എല്ലാവരും കൂടി ഈ കോലത്തിലാക്കി കൊടുത്തു. പ്രായമാകുന്നതോടുകൂടി ലുക്ക് അഥവാ സൗന്ദര്യം നഷ്ടപ്പെടും എന്നതുകൊണ്ട്
പ്രായമാകുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന വിവേചനമാണ് ഏജിസം. പുരുഷന്മാരെക്കാൾ കൂടുതൽ ഇത് അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ്. കാരണം അവരുടെ ചെറുപ്പം പുരുഷന്മാരുടേതിനേക്കാൾ കൂടുതൽ വേഗം അവസാനിക്കും. അതിന് ജൈവശാസ്ത്രപരമായ ചില വിശദീകരണങ്ങളുണ്ട്. അത് മറ്റൊരു പോസ്റ്റിനുള്ള വിഷയമാണ്. എങ്കിലും ഒരു ക്വിക്ക് ഓവർവ്യൂ എന്ന നിലയ്ക്ക് എല്ലാ ജീവജാലങ്ങൾക്കും ജീവിതമെന്നാൽ മറ്റു ജീവികളുടെ ഭക്ഷണമാകാതെ പ്രായപൂർത്തി വരെയെങ്കിലും എത്തുകയും യോജിച്ച ഇണയെ അല്ലെങ്കിൽ ഇണകളെ കണ്ടെത്തി അടുത്ത തലമുറയെ സൃഷ്ടിക്കുക എന്നതുമാണ്. അപ്പോൾ യോജിച്ച ഇണയെ കണ്ടെത്താനുള്ള നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനമാണ് സൗന്ദര്യം എന്ന് വിവക്ഷിക്കുന്നത്. സൗന്ദര്യം എന്നത് പുരുഷനും സ്ത്രീക്കും അവരുടെ മുൻഗണനകൾക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. സ്ത്രീകളുടെ പ്രത്യുൽപാദന കാലം പരിമിതമാണ്. ഒരു 15 വയസ്സ് മുതൽ പരമാവധി ഒരു 45-50 വർഷം വരെ. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നിശ്ചിത സമയം കഴിഞ്ഞാൽ ലാപ്സായി പോകുന്ന ഒന്നാണ് സ്ത്രീകളുടെ പ്രത്യുൽപാദന കാലം. അതുകൊണ്ട് പുരുഷന്റെ സ്ത്രീ സൗന്ദര്യ സങ്കല്പം പ്രധാനമായും സ്ത്രീയുടെ ചെറുപ്പവുമായി ബന്ധപ്പെട്ടതാണ്. ക്യാച്ച് ദം യങ് എന്നത് പുരുഷ മുദ്രാവാക്യമാണ്. പുരുഷന്മാർക്ക് പക്ഷേ അത്തരം പരിമിതികളൊന്നുമില്ല. അവരുടെ പ്രത്യുൽപാദന കാലം ഒരു 13-14 വയസ്സ് മുതൽ മിക്കവാറും മരണം വരെയാണ്. പിക്കപ്പും മൈലേജും കൂടിയോ കുറഞ്ഞോ അങ്ങനെയുള്ള ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയപ്പെട്ടാലും ഹി ക്യാൻ ബി ട്രസ്റ്റഡ് ടു ഡെലിവർ ദ കാർഗോ ഇഫ് ഓൺലി സംബഡി ലെറ്റ്സ് ഹിം. അതുകൊണ്ട് തന്നെ പുരുഷ സൗന്ദര്യം അയാളുടെ ശാരീരിക മേന്മയുമായുള്ള ബന്ധം കുറെ കൂടി അയഞ്ഞതാണ്. നമ്മുടെ സിനിമകളിൽ പുരുഷന്മാർ 20-30 വർഷങ്ങൾ നായകന്മാരായി വിലസുമ്പോൾ നായികമാരുടെ കരിയർ ഏതാനും വർഷങ്ങൾ കൊണ്ട് തീരും. നടന്മാർ അനുഭവിക്കുന്ന അനർഹമായ ഒരു ആനുകൂല്യം തന്നെയാണത്. മനഃപൂർവ്വമുള്ള വിവേചനം എന്നതിനേക്കാൾ അതൊരു ജൈവശാസ്ത്ര യാഥാർത്ഥ്യമാണ്. 60 വയസ്സുള്ള ഒരു പുരുഷന് സ്വന്തം പ്രായത്തേക്കാൾ 15 ഒരുപക്ഷെ 20 വയസ്സ് കുറവുള്ള കഥാപാത്രമായി വിശ്വസനീയമായി അഭിനയിക്കാൻ പ്രയാസമില്ല. റോജർ മൂർ അവസാനമായി ജെയിംസ് ബോണ്ടായി അഭിനയിക്കുന്ന എ വ്യൂ ടു എ കില്ലിൽ അദ്ദേഹത്തിന് ശരിക്കും 57 വയസ്സാണ് പ്രായം. ഷുവർ ഹി ലുക്സ് ഓൾഡ് ബട്ട് ഈ സ്റ്റിൽ ബിലീവബിൾ ഇൻ ദ റോൾ ഈവൻ ഇഫ് ബെയർലി. ഒരു സ്ത്രീക്ക് ഏറെക്കുറെ അസാധ്യമായ ഒരു കാര്യമാണത്. ആദ്യത്തെ ജെയിംസ് ബോണ്ടായ ഷോൺ കോണറി ഇപ്പോഴും പുരുഷ സൗന്ദര്യത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുമ്പോൾ അന്നത്തെ ബോണ്ട് ഗേളായ ഉർസുല ആൻഡർസോ വെളുത്ത ബിക്കിനി ധരിച്ച് കടലിൽ നിന്ന് ഹണി റൈഡർ കയറി വരുന്ന സീൻ 50 വർഷത്തിന് ശേഷവും ഏറ്റവും സെക്സിയായ സീനുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ ഇപ്പോഴത്തെ രൂപം ആരും തന്നെ സെക്സിയായി അവകാശപ്പെടില്ല. ഉർസുല ആൻഡർസിനെ നാം ഇപ്പോഴും ഓർക്കുന്നത് അവരുടെ ഭൂതകാലത്തിലാണ്. എന്നാൽ 1999 ഷോൺ കോണറി അദ്ദേഹത്തിൻ്റെ 69-ാം വയസ്സിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സെക്സിയായ പുരുഷനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നത് ഇതോടുകൂടി കൂട്ടി വായിക്കണം. അതുപോലെ 2 മധ്യവയസ്കരുടെ പ്രേമം അവതരിപ്പിക്കുന്ന ദ ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി എന്ന ചിത്രത്തിൽ അപ്പോൾ 65 വയസ്സുള്ള ക്ലിന്റ് ഈസ്റ്റ്വുഡ് തന്നേക്കാൾ 10-15 വയസ്സ് കുറവുള്ള നായകനെ അവതരിപ്പിക്കുമ്പോൾ 45 വയസ്സുള്ള മെറിൽ സ്ട്രീപ്പാണ് അതേ പ്രായമുള്ള നായികയെ അവതരിപ്പിക്കുന്നത്. ഒറ്റപ്പെട്ട ചില കേസുകൾ ഒഴിച്ചാൽ ഐശ്വര്യ റായിയെ പോലുള്ള ഒരു ഉദാഹരണത്തിനെടുക്കാം. അവരുടെ യഥാർത്ഥ പ്രായത്തേക്കാൾ ചെറുപ്പം കഥാപാത്രങ്ങളെ വിശ്വസനീയമായി അവതരിപ്പിക്കാൻ പ്രയാസമാണ്. ടീനേജ് പ്രായം കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥ പ്രായമോ അല്ലെങ്കിൽ പ്രായ കൂടുതലോ ഉള്ള കഥാപാത്രങ്ങൾ മാത്രമേ സ്ത്രീകൾക്ക് കിട്ടൂ. കാവ്യമാധവന്റെ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഒരു വിമർശനം അവർക്ക് കൂടുതൽ പ്രായം തോന്നിക്കുന്നു എന്നാണ്. അവർക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ല താനും. ചില വലിയ കോടീശ്വരന്മാർ കൊച്ചുമക്കളാകാൻ മാത്രം പ്രായമുള്ള കിളുന്ത് പെണ്ണുങ്ങളെ പുല്ലുപോലെ സ്വന്തമാക്കുന്നത് കണ്ടിട്ടില്ലേ? പലപ്പോഴും ഒരേ സമയം ഒന്നിൽ കൂടുതൽ പേരെ. സ്ത്രീകൾ അവരുടെ പണം മോഹിച്ചാണ് അവരുടെ പുറകെ പോകുന്നത്. അല്ലെങ്കിൽ ഈ വയസ്സന്മാരെ ശരിക്കും ഇഷ്ടപ്പെടാൻ ഒരു സാധ്യതയുമില്ല എന്നത് തീരെ ലളിതമായ വായനയാണ്. കാസനോവ സിനിമയിൽ തടിച്ചു ചീർത്ത മോഹൻലാലിന്റെ പുറകെ പെണ്ണുങ്ങൾ പോകുന്നത് അസ്വാഭാവികമാണ് എന്ന് റിവ്യൂ എഴുതുന്നവർക്ക് കാര്യങ്ങളെപ്പറ്റി വലിയ പിടിപാടില്ല എന്നതാണ് സത്യം. ചിത്രം നല്ലതോ ചീത്തയോ ആകട്ടെ, പക്ഷെ അതുപോലൊരു കഥയിൽ നായകന്റെ ബാഹ്യരൂപം സത്യത്തിൽ അപ്രധാനമാണ്. അഥവാ അതാണ് കഥയെ കൂടുതൽ രസകരമാക്കുക.
ഒരു സുന്ദരൻ കുറെ സ്ത്രീകളെ ആകർഷിക്കുന്നതിൽ എന്ത് പൊതുവ്? ഗാന്ധി തലയുള്ള കടലാസ് കെട്ടുകൾക്കും റോളക്സ് വാച്ചിനും പ്രൈവറ്റ് ജെറ്റിനുമെല്ലാം സിക്സ് പാക്കിന് പകരം നിൽക്കാൻ സാധിക്കും. സ്ത്രീക്ക് പുരുഷന്റെ ശാരീരിക സൗന്ദര്യത്തെക്കാൾ മുൻഗണന അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസും മറ്റുമാണ്, പ്രത്യേകിച്ച് ദീർഘകാല ബന്ധങ്ങൾക്ക്. പൊതുവെ ഭാര്യ ഭർത്താക്കന്മാരുടെ സൗന്ദര്യം തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ടെങ്കിലും പക്ഷെ ഭാര്യയുടെ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിന്റെ സൗന്ദര്യം ഊഹിക്കാൻ കഴിയുന്നതിലും കൃത്യമായി ഭർത്താവിന്റെ സൗന്ദര്യത്തിൽ നിന്ന് ഭാര്യയുടെ സൗന്ദര്യം ഊഹിക്കാൻ സാധിക്കും. ഒരു സുന്ദരന്റെ ഭാര്യ മിക്കവാറും ഒരു സുന്ദരിയായിരിക്കും. എന്നാൽ ഒരു സുന്ദരിയുടെ ഭർത്താവ് പലപ്പോഴും സുന്ദരനായിരിക്കണമെന്നില്ല. പത്രത്തിൽ വരുന്ന വിവാഹ ഫോട്ടോകൾ നോക്കിയാൽ മതി. ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൽ നിന്ന് അവരുടെ ഭർത്താവിന്റെ സൗന്ദര്യം ഊഹിക്കുന്നതിനേക്കാൾ കൃത്യമായി അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ്, ധനസ്ഥിതി എന്നിവ ഊഹിക്കാം. അതായത് സ്റ്റാറ്റസും പണവും പുരുഷന്റെ കാര്യത്തിൽ സൗന്ദര്യത്തിന് പകരമാകാം. സൗന്ദര്യമില്ലായ്മ ആണുങ്ങളുടെ വിവാഹ സാധ്യതയെ കാര്യമായി ബാധിക്കുന്നില്ല എന്നർത്ഥം. പകരം നിൽക്കാൻ ധനസ്ഥിതിയും സ്റ്റാറ്റസും ഉണ്ടെങ്കിൽ. എന്നാൽ തിരിച്ചു സംഭവിക്കുന്നത് അപൂർവമാണ്. അതായത് സ്ത്രീയുടെ ധനസ്ഥിതി, സ്റ്റാറ്റസ്, ഉദ്യോഗം ഒന്നും പലപ്പോഴും സൗന്ദര്യത്തിനും ചെറുപ്പത്തിനും പകരമാകില്ല. ശരിക്കും വിവേചനം അല്ലേ? പക്ഷെ സൗന്ദര്യമുള്ള സ്ത്രീക്ക് കൂടുതൽ സ്റ്റാറ്റസ് ഉള്ള ഭർത്താവിനെ കിട്ടും. ബ്യൂട്ടി ഈസ് സ്കിൻ ഡീപ്പ് എന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവർ സ്ത്രീകളാണ്. അവർ പുരുഷന്മാരോളം തന്നെ യൗവനാരാധകരല്ല. അതേപോലെ പുരുഷന്മാർ സ്ത്രീകളോളം പദവി ആരാധകരുമല്ല. പുരുഷൻ സ്ത്രീയുടെ സ്റ്റാറ്റസിനേക്കാൾ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഭർത്താവിന്റെ സ്റ്റാറ്റസും ഭാര്യയുടെ സ്റ്റാറ്റസും തമ്മിൽ കൂടുതൽ കോറിലേഷൻ കാണുന്നത്. വലിയ രാജാക്കന്മാർ മുതൽ വളരെ സാധാരണമാണ് സൗന്ദര്യമുള്ള ഒരു സാധാരണ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത്. പലപ്പോഴും സ്ത്രീധനത്തിന്റെ ഒരു ഭാഗത്തിനെങ്കിലും പകരം സ്ത്രീ സൗന്ദര്യം നിൽക്കും. പുരുഷന്റെ കാര്യത്തിൽ ധനസ്ഥിതിക്ക് പകരം സൗന്ദര്യം കൊണ്ട് വലിയ കാര്യമില്ല. നമ്മുടെ ചങ്ങമ്പുഴയുടെ രമണന് പറ്റിയത് ഓർമ്മയില്ലേ? മെൻ വെരി റയർലി ഹാവ് ദ ഓപ്ഷൻ ഓഫ് മാരിയിങ് അപ്പ്. അതും ഒരു വിവേചനം തന്നെ. ഗാന്ധി തലകളോട് മത്സരിക്കാൻ തക്ക ശേഷിയുള്ള സിക്സ് പാക്ക് ഒക്കെ കുറവാണ്. ലേൺ ടു അക്സെപ്റ്റ് ഇറ്റ്. സൗന്ദര്യമില്ലാത്ത കാമുകന്മാരുണ്ടാകാം. എന്നാൽ പണമില്ലാത്ത വിജയിച്ച കാമുകന്മാരെ എത്ര പേർക്കറിയാം? പൊന്നിനും പണത്തിനുമൊപ്പം സ്നേഹം തൂക്കി നോക്കിയപ്പോൾ സ്നേഹിച്ച പെണ്ണും വഞ്ചിച്ചു എന്നാണല്ലോ ഒരു വടക്കൻ വീരഗാഥയിലെ ചന്ത് വിലപിക്കുന്നത്. ഡെവിൽസ് ഡിക്ഷണറിയിലെ നിർവചനം നിൽക്കട്ടെ. ഭാര്യയുടെ സൗന്ദര്യം തന്നെ ഭർത്താവിന് ഒരു അസറ്റാണ്. അത് പ്രദർശിപ്പിച്ച് ഭർത്താവിന് കൂടുതൽ ഹാദി നേടാം. പഴയ നിയമത്തിലെ എസ്തേറിന്റെ കഥയിൽ അഹശ്വേരോഷ് രാജാവ് തന്റെ രാജ്ഞിയായ വസ്തിയെ ഡൈവേഴ്സ് ചെയ്യുന്നത് അവർ തന്റെ പ്രതാപത്തിന്റെ സൂചനയായി അവരുടെ സൗന്ദര്യം അതിഥികളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ കൂട്ടാക്കിയില്ല എന്നതുകൊണ്ടാണ്. പിന്നെ ഭാര്യയുടെ സൗന്ദര്യം കൊണ്ട് ദ്രവ്യ ലാഭവും ഉണ്ടാക്കാം. ആ അർത്ഥത്തിൽ വേണമെങ്കിൽ ഹി ക്യാൻ മാരി അപ്പ്. പഴയ നിയമത്തിലെ അബ്രഹാം ഭാര്യയുടെ സൗന്ദര്യത്തിന്റെ ബലത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ധനികനായത്. എന്നാൽ ഇതുപോലൊരു ഓപ്ഷൻ ഭർത്താവിന്റെ സൗന്ദര്യം കൊണ്ട് ഭാര്യയ്ക്ക് കിട്ടുന്നുമില്ല. അതും ഒരു വിവേചനം തന്നെ. ലുക്കിസത്തിന്റെ മറ്റൊരു വകഭേദം കളറിസമാണ്. വെളുത്ത നിറമാണ് സൗന്ദര്യ ലക്ഷണമായി കണക്കാക്കപ്പെടുന്നത് എന്നറിയാമല്ലോ. ഫെയർ എന്ന വാക്ക് ഓഫ് ലൈറ്റ് കോംപ്ലക്സിയൻ എന്ന അർത്ഥത്തിലും ഇനി പ്രോപ്പർ ഓഫ് ലീഗൽ മാനർ കൺസിസ്റ്റന്റ് വിത്ത് റൂൾസ്, ലോജിക് ഓർ എത്തിക്സ് എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട് എന്നത് യാദൃശ്ചികമാണ്. ഒരു പഠനത്തിൽ കാണുന്നത് താരതമ്യേന നിറം കൂടിയ കറുത്ത വർഗ്ഗക്കാർക്ക് ഇരുണ്ട നിറമുള്ളവരെക്കാൾ മുൻഗണന കിട്ടാനും സാധ്യത കൂടുതലാണ് എന്നാണ്. റേസിസം എന്ന് കരുതപ്പെടുന്ന ചില സംഭവങ്ങളെങ്കിലും വെറും കളറിസമായിരിക്കാം. സോ ഹിയർ ലുക്കിസം ഈസ് എ സബ്സെറ്റ് ഓഫ് റേസിസം. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് നിയമത്തിന്റെ മുന്നിൽ തുല്യത കിട്ടുന്നില്ല. ആനുപാതികമായി വെളുത്തവരേക്കാൾ കൂടുതൽ പേർ ജയിലിലാണ്. അവർക്ക് കൂടുതൽ കാലം കൂടുതൽ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു എന്നതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജോലിക്കാര്യത്തിൽ എന്ന പോലെ കറുത്തവരുടെ ഇടയിൽ തന്നെ അല്പം വെളുത്തവരുമായി ഇവിടെയും വിവേചനമുണ്ട്. ഒരു പഠനത്തിൽ കണ്ടത് അല്പം വെളുത്ത കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകൾ 12% കുറവ് സമയം മാത്രമേ അഴിക്കുള്ളിൽ കഴിയുന്നുള്ളൂ എന്നാണ്. കറുത്തവരിൽ തന്നെ അല്പം വെളുത്തവർക്ക് താരതമ്യേന ശിക്ഷ കുറവാണ് എന്നത് അധികം അറിയപ്പെടാത്ത
ലുക്കിസത്തെ കൂടുതൽ ഗൗരവമായി കാണാൻ പ്രേരിപ്പിക്കും. ഉയർന്ന പദവിയിലുള്ളവർക്ക് നമ്മൾ കൂടുതൽ ഉയരം കൽപ്പിച്ചു നൽകുന്നത് പോലെ നമുക്ക് താല്പര്യമുള്ളവരെ അഥവാ നമ്മുടെ അഭിപ്രായങ്ങളുമായി യോജിപ്പുള്ളവരെ കൂടുതൽ വെളുത്തവരായും കണക്കാക്കുമെന്നാണ് പഠനം. സ്കിൻ കളർ ഈസ് ഇൻ ദ ഐ ഓഫ് ദ ബിഹോൾഡർ എന്ന് വേണമെങ്കിൽ പറയാം. ഒബാമയുടെ ഒരു നോർമൽ നിറമുള്ള ചിത്രവും ഡിജിറ്റലായി വെളുപ്പിച്ചതും കറുപ്പിച്ചതുമായ 2 ചിത്രങ്ങളും കാണിച്ച് അതിൽ നിന്ന് ഒബാമയുടെ ട്രൂ എസൻസ് വെളിവാകുന്ന ചിത്രം തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒബാമ അനുകൂലികൾ എന്ന് നേരത്തെ പ്രസ്താവിച്ചവർ വെളുത്ത ഒബാമയെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത 2 ഇരട്ടിയോളമായിരുന്നു. അതായത് ഒബാമ ആരാധകർ അദ്ദേഹത്തെ കൂടുതൽ വെളുത്തവനായി മനസ്സിൽ കാണുന്നു. ബ്ലാക്ക് ഈസ് ബാഡ് എന്ന് ലിബറൽ എന്ന് സ്വയം കരുതുന്നവർ പോലും വിചാരിക്കുന്നു എന്നർത്ഥം. ഇലക്ഷൻ സമയത്ത് ക്ലിന്റൺ പക്ഷം ഒരു പരസ്യത്തിൽ ഒബാമയുടെ കറുപ്പിച്ച ചിത്രം ഉപയോഗിച്ചു എന്ന ആരോപണം അക്കാലത്ത് വിവാദമായിരുന്നു. ഒബാമയ്ക്ക് അർഹമായതിലും 3% കുറവ് വോട്ടേ കിട്ടിയുള്ളൂ എന്നൊരു പഠനവും കണ്ടിട്ടുണ്ട്. ഒബാമ വെളുത്തവനായിരുന്നെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് മാത്രം കൂടുതൽ വോട്ട് നേടുമായിരുന്നു എന്നർത്ഥം. സൗന്ദര്യത്തിന്റെ അല്ലെങ്കിൽ നിറത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നേരിടുന്ന ഒരാളുടെ അനുഭവം കറുത്ത ടാൽക്കം പൗഡറിന്റെ കാലം വരും മക്കളെ, കറുപ്പിന് 7 അഴക് എന്നൊക്കെ പറയുമെങ്കിലും എന്തുകൊണ്ട് കറുപ്പും ഒരു നിറമായി അംഗീകരിക്കുന്നില്ല? എന്തുകൊണ്ട് വെളുത്ത നിറം മാത്രം സൗന്ദര്യ ലക്ഷണമാകുന്നു? കറുത്ത ടാൽക്കം പൗഡറിന്റെ കാലം വരുമോ? എന്തു തോന്നുന്നു?